ഇപ്പോഴും പ്രകൃതി ചികിത്സല്ലേ അളിയാ? ഈ ഇല ഉണ്ട് പല്ലി കഴിക്കുന്നത്. അപ്പോൾ കേട്ടതൊക്കെ ശരിയാ. നീ ഇപ്പം മട്ട അരിയെ കഴിക്കുള്ളൂ, കുളിക്കുമ്പോൾ പയറ് കൂടി തേക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നീ മരൂരിയൊക്കെ എടുത്ത് ഇതിലേ നടക്കുമോ? എന്തായാലും ആ ജവന്തിയുടെ കാര്യം പോക്കാം. നിനക്ക് ഇനിയിപ്പോൾ തിന്നാൻ പുല്ലും വയ്ക്കൂലൊക്കെ വേവിച്ച് തരേണ്ടി വരുമല്ലോ. അളിയാ, പഴുത്ത മാവ് ഇല കൊണ്ട് തേച്ചാ പുഴുത്ത പല്ലും നവരത്നമാവും. അങ്ങനെ ചൊല്ലുണ്ട് മലയാളത്തിൽ, കേട്ടണ്ടാ? എന്നാ പിന്നെ നീ ഈ പച്ചല വെച്ച് തേക്കണത്? എന്റെ പല്ല് പുഴുത്തില്ലല്ലോ, മനസ്സാണല്ലോ പുഴുത്തത് അല്ലേ? പോടാ എന്റെ പാട്ട് നോക്കി. നീ പേസ്റ്റ് വെച്ചാ തേക്കണേ? പിന്നെ ഷേവിംഗ് ക്രീം വെച്ച് പല്ല് തേക്കാൻ പറ്റൂ? എടാ ഇതൊന്നും വെച്ച് തേച്ചുടാ. ഓ എന്ത്? ഇതിലൊക്കെ നിറയെ പന്നി കൊഴുപ്പാണ്. എന്താ? പന്നിയുടെ കൊഴുപ്പ്, പട്ടിയുടെ കൊഴുപ്പൊക്കെയാണ്. നമ്മുടെ റോഡിലൊക്കെ കിടക്കണ ചത്ത് കിടക്കണ പട്ടില്ലേ? ചുമ്മാ തള്ളല്ലേ അളിയാ? അല്ലല്ലോ, അതിന്റെ എല്ല് കൊണ്ടുപോയിട്ട് ചുരണ്ടി എടുത്ത് ആ മജ്ജന്നൊക്കെയാണ് ഈ സാധനം ഉണ്ടാക്കണത്. പുതിയ കണ്ടുപിടുത്തമായിരിക്കും അളിയന്റെ. കൊല്ലം പത്രത്തിലുണ്ട്, പത്രത്തിലും വാട്സാപ്പിലൊക്കെ നിറയെ വരുന്നുണ്ട്. അത് കേട്ടൊന്നും കാണൂലല്ലോ. ഞാൻ പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ഈ കണ്ടില്ല. അല്ല തേച്ചോ, നിനക്ക് തന്നെയാ ഉള്ളത്. അവിടെ തുപ്പിക്കൂടെ നിനക്ക്? ഇത് എന്റെ മുറ്റല്ലേ? കണ്ടവനും വിട്ടു അല്ലേ നിനക്ക്? അല്ല പിന്നെ നിനക്ക് വേറെ ഒരു പരിപാടിയില്ല അല്ലേ? ബാക്കിയുള്ളവർ എങ്ങനെ ഉപദ്രവിക്കാന്നുള്ളതാ? ഞാനെന്താ നിന്നെ ഉപദ്രവിക്കും? നിനക്കെന്താ അവിടെ തുപ്പിയാല്? ഇത് എന്റെ മുറ്റല്ലേ? ഇവിടെ തുപ്പാ കണ്ടവനും മുറ്റത്ത്. നീ എന്താ അവിടെ തുപ്പ്? രണ്ടുപേരും കൂടെ തുടങ്ങിയല്ലേ? നിങ്ങൾ കല്യാണത്തിന് വരുന്നുണ്ടോ? തുപ്പി കളിച്ച കളിക്കരുതേ. കല്യാണത്തിന് വരുന്നുണ്ടോ? കല്യാണത്തിന് വരണ്ടമ്മ. എന്നാ പോയി പെട്ടെന്ന് കല്യാണത്തിന് രാവിലെ അവരുടെ വേറെ പണിയുണ്ടോ നോക്കാൻ പറ. ബാക്കിയുള്ളവരും ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഞാനെന്താ നിന്നെ ബുദ്ധിമുട്ടിച്ചത്? നീ എന്താണ് ഇവിടെ തുപ്പിയാ? ഞാൻ വേണമെങ്കിൽ ഇവിടെ തുപ്പാൻ പറ്റൂ. ഇതുപോലെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ കല്യാണ വീട്ടിൽ നിന്ന് വഴക്കാനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അവിടെ കല്യാണത്തിൽ വരുന്ന ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ? മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്നുമില്ലല്ലോ. എന്റെ കുടുംബക്കാരും എന്റെ ഹബീൽദാരുടെ കുടുംബക്കാരും മൊത്തം വരുന്ന കല്യാണമാണത്. എന്നെ അവിടെ കൊണ്ടിട്ട് നാണം കെടുത്തരുതെന്ന് ഞാൻ നിങ്ങളുടെ കാലോടിച്ച് പറയാം. നാണം കെടുത്താതിരിക്കാൻ ഞാനായിട്ട് മാറ്റിക്കൂല. ഇവനാണ് എല്ലാത്തിനും ആള്. നീ എന്റെ അടുത്ത് ചൊറിയാൻ വരാതിരുന്ന മോശമായല്ല. കുഴപ്പമില്ല, അപ്പ റെഡിയാവും. എന്നാ പോയി രണ്ടുപേരും ഒരുങ്ങിട്ട് വരും. മതി. ഞാനായിട്ടൊന്നിനും വരില്ല. പെങ്കൊച്ചുങ്ങളാകെ ഇതാ തള്ളക്കൊരു സാധനം കിട്ടൂല. കുഞ്ഞു പിള്ളേരൊക്കെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അമ്മക്ക് കൂടുതൽ വെക്കാനല്ലേ? ഇല്ല, ഞാനും വെക്കണില്ല. നിന്റെ അത്രയും തന്നെ ഞാനും വെക്കും. എനിക്കിത് മതി, എനിക്കിത് മതി. എനിക്ക് അവിടെ അത് മതി. തക്കിളി എന്റെ നീ മേടിക്കേ വെച്ചടി അവിടെ. എന്താ മോള് സുന്ദരിയല്ലേ, ഇത്തിരി വെച്ചാലും. ഇങ്ങനെയാണെങ്കി ഓക്കെ. ഇതേ ഇപ്പൊ തന്നെ പോയി തലയൊക്കെ മാന്തി പറിച്ച് പ്രാന്തിനെ പോലെ ആവണം കേട്ടാ. അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നേ നീ. താങ്ക് യു ഉമ്മ. ഉമ്മ ഇത് ഇത്ര എടുക്കണ്ട, നമുക്ക് നാളെ എടുക്കായിരുന്നു. എന്താണ് ഗാനമേളക്കാണോ നീ പോണേ? പാട്ടും പാടി നിൽക്കുന്ന ഒരുക്കണ്ടേ? ഞാൻ ഒരുക്കല്ലേ, അവളെ ഒരുക്കി കഴിയണ്ടേ ക്ലീറ്റോ? ഇത് എവിടെ നിന്ന് മേടിച്ചു ക്ലീറ്റോ? മുല്ലപ്പൂ എന്റെ മുത്താണ്. അത് ഞാനേ ഇന്നലെ രാത്രി ആയിട്ടല്ലേ ഉറങ്ങാതെ മുട്ടിട്ട് വിരിയിച്ചെടുത്തതാ. പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് ഒരുങ്ങി വരാൻ നോക്കാം. അവള് എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങ് ദേഷ്യപ്പെടും ക്ലീറ്റോ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി അതങ്ങോട്ട് വെച്ചാ പോരാ. ഇനി എവിടെ നിന്ന് കിട്ടി, അത് എങ്ങനെ വാങ്ങിച്ചു? എന്റെ പൊന്നെ, ഞാൻ റെഡിയായി, ഇപ്പൊ വരാം. നീ ക്ലീറ്റോ റെഡി ആയാ മതി. ഞാൻ റെഡിയായി നിൽക്കുക. ഇതെടുത്തോണ്ട് വരണേ. ഇതിനെന്താ കുഴപ്പം? എന്റെ ക്ലീറ്റോ ഒരു കളറുള്ള ഷർട്ട് എടുത്തിട്ട് ക്ലീറ്റോ എവിടെ പോയാലും വെള്ളം മുണ്ടും. അതെ, ഞങ്ങളെ രാഷ്ട്രീയക്കാരുടെ യൂണിഫോം ഇട്ടുള്ള കളിയൊന്നും വേണ്ട. കല്യാണ മണ്ഡപത്തിൽ ഇന്ന് നോക്കിക്കോ. ആൾക്കാരൊക്കെ എന്നെ കാണുന്നത് ഇങ്ങനെ പിന്നാലെ കൂടിയിട്ട് റെക്കമെൻഡേഷന്റെ കാര്യം പറയാനും പിന്നെ സ്ഥലം മാറ്റവും അതും ഇതുമൊക്കെ ആയിട്ട് വരും. അടിക്കല്ലേ ഡാഡി. എന്താടേ നിന്റെ തന്തയ്ക്ക് എന്തോ ഒരു വിലയില്ലേ? നീ എന്താ വിചാരിച്ചു വെച്ചേക്കണേ? ക്ലീറ്റോ ഭയങ്കര വലിയ കല്യാണമാണ്, 4 കൂട്ടം പായസം ഉണ്ടെന്നാ പറഞ്ഞ. ക്ലീറ്റോ ഇങ്ങനെ നാണം കെട്ട് നടക്കരുത്. എന്ത് കല്യാണം എന്ന് പറയാലും കുറേ പച്ചക്കറി വെട്ടിയിട്ട് ഒരു ചാമ്പാറും ഒരു അവിയൽ അവിടെ 4-5 കറി ഇങ്ങനെ തൊട്ട് വെക്കും. അതിങ്ങനെ ഒരു വെള്ളം കൊണ്ട് എടുക്കുമ്പോൾ തീരും. രുചി അറിയാനും പറ്റില്ല. അതൊക്കെ ഞങ്ങളുടെ കല്യാണം. എന്താണ് ചിക്കണ്, ബീഫ്, കാള, പോത്ത്, കഴുത, പിന്നെ പന്നി എല്ലാം ഉണ്ടാവും. പിന്നെ വൈന്, കേക്ക്, അതൊക്കെയാണ് കല്യാണം.
ക്ലീറ്റോ, സ്ത്രീധനം എന്താണെന്നറിയാമോ? എന്തേ? 200 പവനും 2 കാറും. ഓ, 2 ലോറിയും കൂടെ ആക്കിയോട്ട്. എടി കുറച്ച് തള്ളു. ഒരു കണക്കില്ല. എന്റെ അച്ഛന്റെ വീട്ടുകാരൊക്കെ വരണതാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് തല്ല് പിടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ആ കഴിഞ്ഞ ഇവിടെ തലയിലോട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ പറ. അവിടെ ചെന്ന് തല്ല് പിടിക്കൂലെന്ന് പറക്കാൻ എങ്ങനെയായിട്ട്? എന്തിനു? ഇത് നിനക്കൊരു പണിയൊന്നുമില്ല. വെക്കാൻ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. അവൻ എന്തെങ്കിലും കൊസ്രാക്കൊള്ളിയായിട്ട് വരും, നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊള്ളണം. ചെയ്യോ? എടി നീ ഇത് ചുമ്മാ ഇരുന്നേ. അവിടെ ചെന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം കിട്ടില്ല. എൻ്റെ അണികളും പാർട്ടിക്കാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾ പല കാര്യങ്ങളും തീരുമാനം വരെ എടുക്കുന്നത്. ഓ, പിന്നെ നിന്റെ ആങ്ങളെ അവിടെ വെച്ച് എന്നെ മൈക്കിട്ട് കയറാൻ വന്നാൽ എൻ്റെ സുവിധം മാറും. അതാ പറഞ്ഞത് ക്ലീറ്റോ. അവരുടെയൊക്കെ മുമ്പിൽ നാണക്കേടാവൂട്ടോ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഓ, നീ നിന്റെ ആൾക്കാരെ മഹത്വം നീ എന്നോട് പറയണ്ട. അതാ. ആ, എനിക്കറിയാം അവരൊക്കെ എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത്. ചിരിച്ചാ മക്കളെ. അതെ, ഒരു 2000 രൂപ എവിടെന്നെങ്കിലും കിട്ടുമോ? 2000 രൂപ? ക്ലീറ്റോ കനകൻ സ്വർണത്തിന്റെ വാളയൊക്കെ മേടിച്ചിട്ടുണ്ട് പ്രസന്റേഷൻ കൊടുക്കാൻ. 10 പൈസ കയ്യിലില്ലാതെ നമ്മൾ എങ്ങനെയാ ക്ലീറ്റോ പോണേ? എന്തെങ്കിലും കൊടുക്കണ്ടേ കല്യാണ വീട്ടില്? എടി, അത് ഇപ്പോൾ നിനക്കറിയാമോ, നമ്മൾ ഇവിടുന്ന് ഒരു കാറിലാണ് പോണത്. അവിടെ ചെന്നിട്ട് കനകനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ചേ, അത് തന്നെ കുടുംബത്തിൻ്റെ പേരുദോഷത്തിന് കാരണമാവും. അവർ വിചാരിക്കും അവിടെ എന്താണ് 2 രീതിയിലാണ്, 2 കുടുംബമാണോ? നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ. കനകൻ നിൻ്റെ ആങ്ങള, നീ അവൻ്റെ പെങ്ങള, ഞാൻ അളിയൻ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? അവൻ കൊടുക്കണതിൽ കൂടെ പങ്കുചേരണം, നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുചേരണം. ഇരിക്കാത്ത ഇത് കൊള്ളാം. അത് എപ്പ തുടങ്ങിയതാണ്? എന്തെന്ന് ഒരുങ്ങാത്തത്? സമയാണ് ഈ പോണത്. എന്റെ തലമുടി ശരിയാവുള്ള. തലമുടിക്ക് എന്താ കുഴപ്പം? ഇത് കണ്ടില്ലേ ആകെ ഇങ്ങനെ? ഞാൻ ഇന്ന് ഷാമ്പൂ തേച്ചു. ആരും പറഞ്ഞില്ലല്ലോ. അതല്ലേട്ടാ, ആകെ ഇങ്ങനെ ഗുന്നിരിക്കണ്ടോ? കുഴപ്പമൊന്നുമില്ല, അത് മതിയെന്ന്. ഒതുങ്ങിയോ? ഒതുങ്ങി എന്താ ഇതിന് പ്രശ്നം? വൃത്തിയായിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല, അത് മതി, അത് മതി. മതിയോ? ആ, പിന്നെ ഈ ഷർട്ടാണ് ഇടണേ. എന്താ ഇതിന് പ്രശ്നം? ഏട്ടനോട് ഞാൻ പറഞ്ഞല്ലേ ഈ കളർ ഷർട്ട് വാങ്ങണോന്ന്. ഈ കളർ തന്നെയാണല്ലോ. എന്താ ഈ കളർ കണ്ടോ? ഏട്ടാ, ഇത് ലൈറ്റ് കളറാണ്, ഇത് കടും കളറാണ്. നമുക്ക് മാച്ച് ആയിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞല്ലേ. നമ്മളല്ലെങ്കിലേ മാച്ച് അല്ലേ? അയ്യടാ. പിന്നെ മാത്രല്ല, നിങ്ങൾ ഈ ഓരോ കല്യാണത്തിനും ഓരോരോ സാരി എടുക്കുന്നത് പോലെ ഞാൻ ഷർട്ട് മാറ്റാൻ നിന്ന് കഴിഞ്ഞാലേ തറവാട് കുടുംബവും. ഏട്ടാ, ആ വലിയ ജിമിക്ക് ഇടണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ജിമിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അതല്ലേ, ഇതിനൊരു ഇച്ചിരി വലിപ്പക്കുറവുണ്ടോ? ഈ വലിപ്പം തന്നെ അധികമാണ്. ഇത് പൂഴിക്കൊട്ടണമായിരുന്നു. ഇത്രയും വേണ്ട. അത് ശരിക്കും പോടുന്നു. ഞാൻ റെഡി ആയിക്കോളാം. അമ്മയുടെ അമ്മ എവിടെയാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാൻ അതിലൊക്കെ വിളിച്ച് അന്വേഷിച്ച് നടന്നു. ഈ തങ്കത്തിന്റെ അടുത്ത് പോയോന്തോ? അതെ, ഈ സാരി കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഇത് ഒതുങ്ങി ഇരിപ്പുണ്ടോ? ഓ, മതിയെന്ന്. തടി തോന്നുന്നു ഏട്ടാ. തടി തോന്നുന്നു വെച്ചാൽ പിന്നെ തടിയുള്ള ആള് പിന്നെ തടി തോന്നായിരിക്കും. അല്ല, അങ്ങനെയല്ല, ഉടുക്കുമ്പോ ഇച്ചിരി ഒതുക്കം കിട്ടുമല്ലോ, അതുകൊണ്ടാ. ഞാൻ റെഡിയാന്നേ, പോയി അമ്മയെ വിളിക്കേ. പിന്നെ ആ മുല്ലപ്പൂവും കൂടി ഇങ്ങോട്ട് എടുത്തോണ്ടോ? എന്താ മുല്ലപ്പൂ അല്ലേ? അത് മുല്ലപ്പൂ കിട്ടിയില്ല. മുല്ലപ്പൂ കിട്ടിയില്ല. എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് പറയാൻ ഞാൻ വിട്ടുപോയതാ, മറന്നുപോയി. കള്ളനാ കള്ളൻ. മറന്നുപോയല്ലേ? ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നോക്കിയല്ലോ. ഇപ്പൊ മാറ്റി പറയണുണ്ടോ? ഇപ്പഴല്ലേ പറഞ്ഞ മറന്നുപോയിന്ന്? അല്ല, ഞാൻ മറന്നു എന്നുള്ളത് ഇവിടെ പറയാൻ മറന്നാണ്. മുല്ലപ്പൂ അന്വേഷിച്ചു ഞാനും ഫാസിലും എത്ര സ്ഥലത്ത് പോയി, ഒറ്റ സ്ഥലത്ത് മുല്ലപ്പൂ ഇല്ല. എന്തിനായിട്ട് കള്ളത്തരം പറയണത്? കള്ളത്തരല്ലാന്ന്. ശരി, സമ്മതിച്ചു. ഇപ്പൊ പോയി മേടിച്ചോണ്ടോ? ഇപ്പൊ മുല്ലപ്പൂവേ എവിടെ ഇല്ലാത്ത മുല്ലപ്പൂ ഇവിടുന്ന് വാങ്ങിക്കാനാണ്. എന്തത്? എവിടെ ഇല്ല. കേരളത്തിലെ മുല്ലപ്പൂ കൃഷിയേ ചെയ്യില്ല. എന്തിനായിട്ട് ഇങ്ങനെ ജയിക്കാൻ വേണ്ടി കള്ളത്തരം പറയണേ? സത്യമായിട്ടും കേരളത്തിൽ മുല്ലപ്പൂ കൃഷി ചെയ്യില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരികയാണല്ല. അതെ, തമിഴ്നാട്ടിലെ സമരാന്തം പറഞ്ഞ എല്ലാ കടക്കാരും ആ അമ്പലത്തിന്റെ അടുത്തുള്ള കടയിലുണ്ടാവും, പോയി മേടിച്ചോണ്ടോ. അപ്പൊ എന്താടി കേരളത്തിലല്ലേ അമ്പലം? ഏട്ട, കഷ്ടമുണ്ട്. എല്ലാരും മുല്ലപ്പൂ ഒക്കെ വെച്ച് വരുമ്പോ ഞാൻ മാത്രം. എടി, എല്ലാവരും മുല്ലപ്പൂ വെച്ച് വരാനാണ് വന്നോട്ട്. നിനക്ക് മുല്ലപ്പൂ എല്ലാവരും ചന്തം തന്നെ. പിന്നെന്താ? അപ്പൊ പിന്നെ കല്യാണത്തിന് എല്ലാരും എന്തിനാ മുല്ലപ്പൂ വെക്കണേ? എനിക്ക് വേറൊരു കാര്യം പറയട്ടെ. എല്ലാവരും മുല്ലപ്പൂ വെച്ച് വരുമ്പോ നീ മുല്ലപ്പൂ വെക്കാതെ വന്നു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. കണ്ടോ, അവള് മുല്ലപ്പൂ തന്നെ വെച്ചിട്ടില്ല എന്ന് പറയും. ഏട്ടനെ എന്നെ സോപ്പിടാൻ ഭയങ്കര മിടുക്കനാ. പക്ഷേ അത് ഇത്രയും വർഷം കൊണ്ട് ഞാൻ പഠിച്ചുപോയി. പോയി മുല്ലപ്പൂ മേടിച്ചോണ്ടോ. ഞാൻ പറഞ്ഞ സത്യല്ലേ? അല്ല, മുല്ലപ്പൂ കിട്ടാനില്ല. സത്യമായിട്ടും? സത്യമായിട്ടും. അപ്പൊ അവിടെ തന്നെ ആരും ഇന്ന് മുല്ലപ്പൂ വയ്ക്കൂലേ? അതെനിക്കറിഞ്ഞൂടാ. അതെനിക്കറിയില്ല. എന്നാലും മോശമാണ് ഏട്ടാ. നീ ഇങ്ങനെ മതിയടി. എന്നാ ഇങ്ങനെ മതി. അല്ല, എന്നാ ഒരു കാര്യം ചെയ്യാം, ആ ചുമന്ന കളർ സാരി എടുത്ത് കൊടുക്കാം.
ഇനി ചുമന്ന കളർ സാരിയൊക്കെ ഉടുത്തു വരുമ്പോഴേക്കും നേരെ എത്രയോ അതല്ല, മുല്ലപ്പൂ ഇല്ലാത്ത കുറവ് സാരിയിൽ അങ്ങ് നികത്താം. അതാവുമ്പോ പട്ടുസാരിയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, ആ സാരിയും കൂടെ എടുത്ത് തോളിലിട്ടോ. ഏ അല്ല, അങ്ങോട്ട് പോകുമ്പോ അതെടുത്ത് പോവാം, തിരിച്ചു വരുമ്പോ ആ സാരി വിറ്റാം. നിനക്ക് 2 സാരി ഉണ്ടെന്ന് ആളുകൾ അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒന്നും പോയേട്ടാ അവിടുന്ന്. ഇതിപ്പോ മുല്ലപ്പൂ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. എന്താ 1 കിലോ മുല്ലപ്പൂവിന് 1 കിലോക്ക് 1000 റുപ്യാണത്. ആഹാ, അങ്ങനെ വരട്ടെ. എന്തേ പൈസ മുടക്കം മടിയായിട്ടല്ലേ എനിക്ക് മുല്ലപ്പൂ വാങ്ങാതെ? അയ്യേ അല്ല, മുല്ലപ്പൂവ് കിട്ടാൻ വേണ്ടേ, അതല്ലേ. പിന്നെ കിട്ടാൻ വേണ്ടേ? കഷ്ടമുണ്ട് ഏട്ടാ. അതാരത്? ആരോ പുറത്തു വന്നല്ലോ.